ഉച്ചയ്ക്ക് എന്നും ചോറും അതിന് കുറേ കറികളും ഒക്കെ ഉണ്ടാക്കി മടുത്തുന്നേ. നമുക്കും വേണ്ടേ വല്ലപ്പോഴും ഒരു റെസ്റ്റ്. ഇന്ന് എന്തായാലും ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാം. അല്ല, അതിനർത്ഥം ഇന്നിവിടെ എല്ലാവരും ഉച്ചയ്ക്ക് പട്ടിണിയാണെന്നല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് കഞ്ഞിയും ചെറുപയർ തോരനും വയ്ക്കാമെന്ന്. അപ്പോൾ നമുക്ക് ചെറുപയർ തോരൻ കണ്ടാലോ? അതിനായിട്ട് തലേന്ന് രാത്രി തന്നെ ഒരു കപ്പ് ചെറുപയർ എടുത്തങ്ങ് കുതിർത്ത് വെച്ചോളൂ. എന്നിട്ട് രാവിലെ അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചെറുപയർ തോരൻ ഒന്നിനൊന്ന് തൊടാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിലിന് നിങ്ങൾക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഞാൻ പക്ഷേ കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് തയ്യാറാക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം, ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വിസിലേക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് പയർ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇളക്കുമ്പോൾ കുഴഞ്ഞ പോലെ ഇരിക്കും, പക്ഷേ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തോരൻ പോലെ ഇങ്ങനെ ഇളക്കി ഇട്ടാൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമുക്ക് അതിലേക്ക് കടു വറുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി അതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ തേങ്ങയുടെ അരപ്പൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അടിയിലുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ കരിയും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് തൂകിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കണം. കുറച്ച് നേരം അടച്ചു വെച്ച് തേങ്ങ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്ന് കുഴഞ്ഞ് കിട്ടണം. അതിനായിട്ട് ഞാൻ നല്ല ശക്തി എടുത്തതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ആ പരുവം കണ്ടോ, സൂപ്പറല്ലേ? അപ്പോൾ എന്തായാലും ഒരു പാത്രത്തിലേക്ക് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കിടിലൻ കഞ്ഞി ഒഴിച്ച് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് ഞാനൊന്ന് ഉടച്ചെടുത്തപ്പോൾ ഉള്ള പരുവം കണ്ടോ, ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കുടിച്ചു നോക്കിയേ. വേഗം പോയി ചെറുപയർ